ദൈവം വിശ്വസ്തൻ എന്ന TV പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെ ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ 2018 മുഴുവൻ ക്ഷേമത്തോടെ നമ്മെ പരിപാലിച്ച ദൈവത്തിന് നമുക്ക് ആരാധനയും സ്തുതിസ്തോത്രങ്ങളും അർപ്പിക്കാനുള്ള സമയമാണ്. ഇന്ന് വൈകിട്ട് 8 മണി മുതൽ പത്തനംതിട്ട സന്തോഷ് ജംഗ്ഷനിലുള്ള എലോഹീം ഗ്ലോബൽ വർഷിപ്പ് സെന്ററിൽ വെച്ച് ആണ്ടർതി യോഗം നടക്കുന്നു. നിങ്ങളെല്ലാവരെയും ഞങ്ങൾ ആ മീറ്റിംഗിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഒരു വർഷം നമ്മെ പരിപാലിച്ച, ആയുസ്സോടെ നടത്തിയ ദൈവത്തെ ആരാധിച്ച് പുതിയ വർഷത്തിൽ അത്ഭുതങ്ങളോടുകൂടെ, യേശുവിൻ്റെ വചനത്തോടുകൂടെ, ദൈവത്തിൻ്റെ പ്രവൃത്തിയോടുകൂടെ നമുക്ക് ഒരുമിച്ച് കാൽവെക്കാം. അതിനുവേണ്ടി നിങ്ങളെല്ലാവരെയും ഞങ്ങൾ എലോഹീം ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമുക്കൊരുമിച്ച് ദൈവം വിശ്വസ്തനെന്ന ഈ TV പ്രോഗ്രാം ശ്രദ്ധിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. கொஞ்சம் நினைச்சிடுங்க, சப்தம் உயர்த்தி. தேவகுமாரா தேவகுமாரா என்ன நினைச்சிடுங்க. தேவகுமாரா தேவகுமாரா கொஞ்சம் நினைச்சிடுங்க. உடைஞ்ச பாத்திரம்னா அது உமக்கே தெரியும். தேவன் பழம் பழம் பகரி இது யாருக்குள் புரியும். உடைஞ்ச பாத்திரம்னா அது உமக்கே தெரியும். தேவன் பழம் பழம் பகரி இது யாருக்குள் புரியும். உறவாக என்னில் நீ உறவாடி, நீங்க இல்லாமல் என் பொழுது விடியாதே. உறவாக என்னில் நீ உறவாடி, நீங்க இல்லாமல் என் பொழுது விடியாதே. நீங்க இல்லாமல் என் உலகம் நீங்க இல்லாமல் உலகம். എല്ലാ കരങ്ങളും വീശിക്കൊണ്ട് പാടിയാട്ടെ. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം. അവൻ കിടക്കുന്നത് യേശു കണ്ടു. അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഇങ്ങനെ ഏറെക്കാലമായിരിക്കുന്നു എന്നറിഞ്ഞു. നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. രോഗി അവനോട്, യജമാനനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല. ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു എന്ന് ഉത്തരം പറഞ്ഞു. നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സ് ഉണ്ടോ? എന്താ ചോദ്യം? മനസ്സുണ്ടോ? അവൻ 38 വർഷം കൊണ്ട് കിടക്കുന്നത് ഒരു മനസ്സോടുകൂടാ. സൗഖ്യമാകാൻ ആ മനസ്സ് പോരാ. അവൻ എന്തു പ്രതീക്ഷിച്ചാ കിടക്കുന്നതെന്നറിയോ? കലക്കം പ്രതീക്ഷിച്ചാ കിടക്കുന്നേ. പക്ഷെ കർത്താവ് ഇന്ന് നിനക്ക് വിടുതൽ തരുന്നേ കലക്കിയിട്ടല്ല, അതിൻ്റെ വാതുക്കം നിന്ന് നിനക്കൊരു വിടുതൽ തരാൻ പോവാ. ഇതുവരെ ഒരുത്തനും അവിടെ കണ്ടിട്ടില്ലാത്ത പോലൊരു വിടുതൽ നിനക്ക് തരാൻ പോവാ. ഇതുവരെ നിന്റെ നാട്ടിൽ ഒരുത്തനും അറിഞ്ഞിട്ടില്ലാത്ത പോലെ ഒരു ദൈവത്തിന്റെ വിടുതൽ കർത്താവ് നിനക്ക് തരാൻ പോവാ. വിശ്വസിക്കുന്നവര് മാത്രം ഒന്ന് കൈയടിച്ചു സ്വോത്രം പറഞ്ഞു. അതിന് നിന്റെ അംഗബലം ഒന്നും ദൈവത്തിന് വേണ്ട. ഇന്ന് രാവിലെ നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ, മനസ്സുണ്ടെങ്കിൽ, മനസ്സുണ്ടോന്നാ ചോദ്യം. മനസ്സുണ്ടെങ്കിൽ നിന്റെ കെട്ടുപൊട്ടും. മനസ്സുണ്ടെങ്കിൽ നിന്റെ ബന്ധനമഴിയും. മനസ്സുണ്ടെങ്കിൽ നിന്റെ കുടുംബത്തിന് സ്വാതന്ത്ര്യമുണ്ടാകും. മനസ്സുണ്ടെങ്കിൽ നിന്റെ സ്ഥിതി മാറും. മനസ്സുണ്ടെങ്കിൽ നിന്നെ അഭിഷേകത്തെ ദൈവം നിർത്തും. മനസ്സുണ്ടെങ്കിൽ നിന്റെ സ്ഥിതി ദൈവം മാറ്റും. ഞാൻ ഈ കിടക്കുന്ന മനുഷ്യനെ ഒന്ന് പരിചയപ്പെടുത്താൻ തുടങ്ങാം. കുരുടര്, മടന്തര്, ക്ഷയരോഗികള്, ഇങ്ങനെ വലിയൊരു കൂട്ടം. എന്ന് വെച്ചാൽ ഭൂരിപക്ഷ ആളുകൾക്കും വയ്യാത്തോരാ. എവിടാ കിടക്കുന്നേ? യെരുശലേമിന്റെ തിരുവിധി. ഇവർ കിടക്കുന്നത് വെള്ളത്തിന്റെ ഇളക്കം കാത്തു കിടക്കുക. എന്നാ കാത്തു കിടക്കുക? വെള്ളത്തിന്റെ. ഈ വെള്ളം ഇളകുമ്പോൾ എന്ത് നടക്കും? അതിനകത്ത് ആദ്യം ആര് ഇറങ്ങുന്നോ അവൻ സൗഖ്യമാവും. ഇത് ഇസ്രായേലിന്റെ പതിവാ.
ഇന്ന് രാവിലെ ചില പതിവുകൾ തെറ്റും. ഇന്നത്തെ രാവിലത്തെ യോഗത്തിൽ ചില പതിവുകൾ തെറ്റും. നിന്റെ വീട്ടിലും ചില പതിവുകൾ തെറ്റും. നീ കണ്ടതുപോലെ പതിവ് കാഴ്ചയായിട്ട് ചിലത് നടക്കില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി പതിവല്ലാത്ത ചില കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുക. ഇന്നു വരെ നിന്റെ ആയുസ്സിൽ കണ്ടിട്ടില്ലാത്ത ചില അത്ഭുതങ്ങളെ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് രാവിലെ നിനക്ക് വേണ്ടി ചെയ്യുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രാരംഭത്തിൽ വിളിച്ചു പറയുക. വിശ്വസിക്കുന്ന ചിലർക്ക് വേണ്ടി ചില പതിവല്ലാത്ത കാര്യങ്ങൾ, വിശ്വസിക്കുന്ന ചില കുടുംബങ്ങൾക്ക് വേണ്ടി പതിവല്ലാത്ത ചില കാര്യങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചെയ്യാൻ പോകുക. ഇത്രയും വർഷം, ഈ 38 വർഷം ഇവിടെ കാത്ത് കടന്നവൻ കണ്ടത് വെള്ളത്തിൻ്റെ ഇളക്കമാ. ഇന്ന് രാവിലെ വെള്ളം ഇളകാതെ നിന്നെ അവൻ സൗഖ്യമാക്കും. വെള്ളം ഇളകാതെ അവൻ നിന്നെ നരിയാണി ഉറപ്പിക്കും. വെള്ളം ഇളകാതെ നിനക്ക് സൗഖ്യം തരും. വെള്ളം ഇളകാതെ നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ഇന്ന് രാവിലെ കല്ലെടുത്തിട്ട് ഓളം കലങ്ങും പോലെ നിന്റെ വീട്ടിൽ അനങ്ങാതെ നിനക്ക് വേണ്ടി ഞാന് ഈ പ്രാരംഭ സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇതിനകത്തിരിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്നത് കാണുന്നുണ്ട്. എന്നോട് കർത്താവ് പറയുന്നത് ഇങ്ങനെയാ: പിശാച് കെട്ടിയ ചില വ്യക്തികളെ കർത്താവ് ഇന്ന് അഴിച്ചുവിടും. ഇവൻ ഇവിടെ ഇളക്കം കാത്തു കിടക്കുക. എന്നാ കാത്തു കിടക്കുക? നിന്റെ വീട് ഇളകുന്നത് കാണാൻ ആരാണ്ടൊക്കെ കാത്തിരിക്കുക. പക്ഷെ ഇന്ന് രാവിലെ നിന്റെ വീട് ഇളകത്തില്ല. നിന്റെ തലമുറ ഇളകുന്നത് കാണാൻ ആരാണ്ട് കാത്തിരിക്കുക. നിന്റെ തലമുറ ഇളകത്തില്ല. നിന്റെ സാമ്പത്തിക നന്മ ഇളകുന്നത് കാണാൻ ആരാണ്ട് കാത്തിരിക്കുക. നിന്റെ സാമ്പത്തിക നന്മ ഇളകിപ്പോകത്തില്ല. നിന്റെ സഭ തകരുന്നത് കാണാൻ ആളുകൾ കാത്തിരിക്കുക. നിന്റെ സഭ തകരത്തില്ല. ആത്മാവിൽ ആരാധിക്കുന്നവൻ തകർന്നു പോകാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഉറപ്പുള്ള ദൈവത്തിൻ്റെ മക്കളൊന്ന് കൈയടിച്ചേറ്റെടുത്ത് ഇന്ന് രാവിലെ നീ ഇളകിപ്പോകാൻ, നിന്റെ കുടുംബം ഇളകിപ്പോകാൻ, നിന്റെ തലമുറ ഇളകിപ്പോകാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഈ ദൂതിനെ ആസ്പദീകരിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ഞാൻ പറയുക, നിന്റെ കുടുംബം ഇളകിപ്പോകാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. ഈ രോഗം കൊണ്ട് നീ ഇളകത്തില്ല. ഈ പ്രതിസന്ധി കൊണ്ട് നീ ഇളകത്തില്ല. ഈ തകർച്ച കൊണ്ട് നീ തകർന്നു പോകത്തില്ല. നിന്നെ ഇളക്കിക്കളയാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. എന്നാ അതിന്റെ കാര്യം എന്നറിയാമോ? ഇന്ന് രാവിലെ നിന്നെ ഉറപ്പിക്കാൻ വിളിക്കുന്ന, നിന്റെ കുടുംബത്തെ ഉറപ്പിക്കാൻ വിളിക്കുന്ന ഒരു നസുറായത്തുകാരൻ ഈ യോഗത്തിൽ വന്നിട്ടുണ്ട്. കരമുയർത്തി ആമേൻ പറഞ്ഞു. നിത്യമായ കിടപ്പ് കിടക്കാൻ വേണ്ടി അല്ല ദൈവം നിന്നെ കണ്ടേക്കുന്നേ. ദൈവം നിന്നെ കണ്ടേക്കുന്ന നിന്നെ ഉറപ്പിക്കാൻ വേണ്ടിയാ. ദൈവം നിന്നെ കണ്ടേക്കുന്ന നിന്റെ കുടുംബത്തെ ഉറപ്പിക്കാൻ വേണ്ടിയാ. ദൈവം നിന്നെ കണ്ടേക്കുന്ന നിന്റെ തലമുറ ഉറപ്പിക്കാൻ വേണ്ടിയാ. ഇന്നത്തെ രാവിലെ ഒരു ഉറപ്പ് നടക്കാൻ പോവാ. നിന്റെ വീടിനകത്ത് ഒരു ഉറപ്പ് നടക്കാൻ പോവാ. നിന്റെ തലമുറക്കകത്ത് ഒരു ഉറപ്പ് നടക്കാൻ പോവാ. കൈയടിച്ചൊന്ന് സ്തോത്രം പറഞ്ഞോ. ഇന്ന് രാവിലെ നിന്നെ ഉറപ്പിക്കാൻ, നിന്റെ കുടുംബത്തെ ഉറപ്പിക്കാൻ, നിന്റെ തലമുറ ഉറപ്പിക്കാൻ കരുത്തുള്ളൊരു ദൈവത്തിന്റെ ശക്തി ദൈവം നിന്നെ ഉറപ്പിക്കാൻ പോവാ. ദൈവത്തിന്റെ ആത്മാവ് നിന്റെ കുടുംബത്തെ ഉറപ്പിക്കാൻ പോവാ. ചോദ്യം ഇതാണ്: മനസ്സുണ്ടോ? എന്താന്ന്? മനസ്സ്. നിങ്ങൾക്ക് മനസ്സുണ്ടോ? ആരാധിക്കാൻ മനസ്സുണ്ടോ? ഹല്ലേലൂയ പറയാൻ മനസ്സുണ്ടോ? കൈയടിക്കാൻ മനസ്സുണ്ടോ? ഉണ്ടെങ്കിൽ വിടുതൽ ഉറപ്പാ. ഉണ്ടെങ്കിൽ ഇന്ന് രാവിലെ വിടുതൽ ഉറപ്പാ. നിനക്ക് മനസ്സ് മതി, ബാക്കിയൊക്കെ ചെയ്യാൻ ഒരാളിവിടെ വന്നിട്ടുണ്ട്. ഈ ബന്ധന അഴിയാൻ നിനക്ക് മനസ്സുണ്ടോ? ഈ ശാപം പൊട്ടാൻ നിനക്ക് മനസ്സുണ്ടോ? ഇന്ന് രാവിലെ അവനെ മഹത്വപ്പെടുത്താൻ നിനക്ക് മനസ്സുണ്ടോ? സാധാരണ യേശുവിൻ്റെ അടുത്തോട്ട് ആളുകൾ പോകാറാ പതിവ്. ഇവൻ യേശുവിൻ്റെ അടുത്തോട്ട് പോകാതെ യേശു അവൻ്റെ അടുത്തോട്ട് ചെന്നു. ഞാനൊരു ദൂത് പറയാം. നിങ്ങൾ യേശുവിൻ്റെ അടുത്ത് ചെന്നാലും
യേശു നിങ്ങൾ അടുത്ത് വന്നാലും വിടുതൽ നടക്കും. ഒരു ഹല്ലേലൂയ പറഞ്ഞോ. നിങ്ങൾ അങ്ങോട്ട് തേടി ചെല്ലണമെന്നില്ല. നിങ്ങൾ ഇരിക്കുന്ന ഇടത്ത് ദൈവം നിങ്ങൾക്ക് വിടുതൽ തരും. നിങ്ങൾ ഇരിക്കുന്ന ഇടത്ത് ദൈവം നിങ്ങൾക്ക് വിടുതൽ തരും. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് ദൈവം നിങ്ങൾക്ക് വിടുതൽ തരും. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് രാവിലെ ദൈവം നിങ്ങൾക്ക് വിടുതലയച്ചു തരും. ഉറപ്പുള്ള ദൈവമക്കളൊന്ന് ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞേ. അവൻ ഒറ്റ പ്രതീക്ഷയുള്ളൂ, വെള്ളം കലങ്ങും, കലങ്ങുമ്പം ഞാൻ എടുത്തിയാടും, ചാടുമ്പോൾ എനിക്ക് സൗഖ്യം ഉണ്ടാവും. ഇതാണ് അവൻ്റെ പ്രതീക്ഷ. എല്ലാ പ്രതീക്ഷയും തെറ്റിച്ചോണ്ട് ഇനിയും ആ സംഭവം തുടങ്ങാൻ പോന്നേ. വായിച്ചേ മക്കളെ, 4-ാമത്തെ വാക്യം വായിച്ചേ. അതത് സമയത്ത് ഒരു ദൂതൻ കുളത്തിലിറങ്ങി വെള്ളം കലക്കും. വെള്ളം കലങ്ങിയ ശേഷം ആദ്യം ഇറങ്ങുന്നവൻ ഏത് വ്യാധി പിടിച്ചവനായിരുന്നാലും അവന് സൗഖ്യം വരും. അവിടുത്തെ ദൂതന്റെ സ്പെഷ്യൽ ഡ്യൂട്ടിയാണ് കലക്കുക. എന്തുവാ കലക്കുക? കലക്കത്തിന്റെ ആത്മാവ് നമ്മുടെ മേലില്ല. നമ്മുടെ മേലുള്ളത് പരിശുദ്ധാത്മാവാ. ഇന്ന് രാവിലെ ചില കലക്കത്തിൻ്റെ ആത്മാക്കൾ പൊട്ടിമാറും. ചില വീട്ടിൽ നിന്ന് കലക്കത്തിൻ്റെ ആത്മാക്കൾ പൊട്ടിമാറും. ദൈവസഭയിൽ നിന്ന് കലക്കത്തിൻ്റെ ആത്മാവ് പൊട്ടിമാറും. ആരാധിക്കുന്നവൻ്റെ വീടുകൾക്കകത്തുനിന്ന് കലക്കത്തിൻ്റെ ആത്മാവ് പൊട്ടിമാറും. ഒന്ന് ആർത്തു വിളിച്ച് ദൈവത്തിന് ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞ്, നിന്റെ കുടുംബത്തെ കലക്കിയ, നിന്റെ തലമുറയെ കലക്കിയ, നിന്റെ വീട് കലക്കിയ അന്ധകാര ശക്തികൾ ഇന്ന് രാവിലെ മാറിപ്പോകും. ഇവിടെ 38 വർഷം കാത്തു കിടക്കുന്ന ഈ മനുഷ്യൻ കാത്തു കിടക്കുന്ന ഒറ്റ കാര്യത്തിന് വേണ്ടിയാ. ദൂതൻ ഇറങ്ങി വന്ന് വെള്ളം കലക്കും. വെള്ളം കലക്കുമ്പോൾ അതിനകത്ത് ഇറങ്ങണം. ഇതിനു വേണ്ടി കാത്തു കിടക്കുക. അന്ന് രാവിലെ നായകൻ നസ്രായൻ അവന് വേണ്ടി, ഒരാൾക്ക് വേണ്ടി ഇറങ്ങി വന്നു. ഇന്ന് രാവിലെ ഈ യോഗത്തിൽ നിനക്ക് വേണ്ടി യേശു വന്നിട്ടുണ്ട്. നിന്റെ കുടുംബത്തിന് വേണ്ടി യേശു വന്നിട്ടുണ്ട്. നിന്റെ തലമുറയ്ക്ക് വേണ്ടി യേശു വന്നിട്ടുണ്ട്. നിന്റെ അടുത്ത് വന്ന് അവൻ നിന്നോട് ചോദിക്കുക, നിനക്ക് മനസ്സുണ്ടോ സൗഖ്യമാകാൻ? അത് ക്യാൻസർ ആയിക്കോട്ടെ, അത് ഏത് മാരക രോഗമായിക്കോട്ടെ, നിനക്ക് മനസ്സുണ്ടോ സൗഖ്യമാകാൻ? മനസ്സുണ്ടെങ്കിൽ ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ ശക്തിയുണ്ട്. മനസ്സുണ്ട് വിടുവിക്കാൻ ദൈവത്തിന് ശക്തിയുണ്ട്. മനസ്സുണ്ട് കട്ടഴിക്കാൻ ദൈവത്തിന് ശക്തിയുണ്ട്. നീ മനസ്സുണ്ടെന്നൊരു വാക്ക് പറഞ്ഞാൽ മതി. ഇന്ന് രാവിലെ കർത്താവേ, ആർക്കും മനസ്സില്ലാലും എനിക്ക് ആരാധിക്കാൻ മനസ്സുണ്ട്, എനിക്ക് തുള്ളിച്ചാടാൻ മനസ്സുണ്ട്. മനസ്സുണ്ടെങ്കിൽ നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്തു തരാൻ എൻ്റെ ദൈവത്തിന് സാധ്യമാണ്. ഇന്ന് രാവിലെ വിശ്വസിക്കുന്ന ദൈവമക്കളൊന്ന് കൈയടിച്ച് ശക്തിയോടൊന്ന് ദൈവത്തിന് സ്തോത്രം പറഞ്ഞേ. നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? നിന്റെ തൊട്ടടുത്ത് സൗഖ്യം കൊണ്ടുവന്ന് നിൽക്കുക യേശു. നിന്റെ തൊട്ടടുത്ത് സാമ്പത്തിക വിടുതലും കൊണ്ടുവന്ന് നിൽക്കുക കർത്താവ്. നിന്റെ തൊട്ടടുത്ത് നിനക്ക് വേണ്ടിയുള്ള അത്ഭുതം കൊണ്ടുവന്ന് നിൽക്കുക എൻ്റെ ദൈവം. ഇന്ന് രാവിലെ മനസ്സുണ്ടെന്ന് പറ, കർത്താവേ എനിക്ക് മനസ്സുണ്ടത് പ്രാപിക്കാൻ. ഇതിനകത്തിരിക്കുന്ന ഒരാൾക്കും മനസ്സില്ലേലും എനിക്ക് മനസ്സുണ്ട് അത്ഭുതം പ്രാപിക്കാൻ. എന്നോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നത്, ഇതിനകത്ത് ആരാധിക്കുന്ന ചില വീട്ടിൽ അത്ഭുതങ്ങൾ കയറി വരും. ഇതിനകത്ത് സ്തോത്രം ചെയ്യുന്ന ചില വീട്ടിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി കടന്നു വരും. ഇതുവരെ നീ കണ്ടതുപോലെയല്ല മനസ്സുണ്ട്. യേസ് ലോർഡ് എന്ന് പറഞ്ഞു ദൈവത്തോട്. ഇന്ന് രാവിലെ അവൻ നിന്നെ വിടുവിക്കാൻ പോകുകയാ. അവൻ്റെ കരം നിനക്ക് വേണ്ടി ചലിക്കാൻ പോകുകയാ. അവൻ്റെ ശക്തി നിന്റെ കുടുംബത്തിന് വേണ്ടി ഇന്ന് രാവിലെ വ്യാപരിക്കാൻ തുടങ്ങുക. ഉറപ്പുള്ള ദൈവമക്കളൊന്ന് കൈയടിച്ച് അന്യഭാഷ പറഞ്ഞു ദൈവത്തിന് സ്തോത്രം പറഞ്ഞു. നിനക്ക് മനസ്സുണ്ടെന്ന് പറ. മനസ്സുള്ള നിന്നെ വിടുവിക്കാൻ. തമ്പുരാൻ ചോദിക്കുക 5-ാമത്തെ വാക്യത്തിൽ, 5-ാമത്തെ വാക്യം വായിച്ചോളെ. എന്നാൽ 38 ആണ്ട് രോഗം പിടിച്ചു കിടന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഇങ്ങനെ ഏറെക്കാലമായിരിക്കുന്നു എന്നറിഞ്ഞു. നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. രോഗി അവനോട്, യജമാനനെ,
വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ 38 വർഷം കൊണ്ട് കിടക്കുന്നവനോട് ചോദിക്കണ്ട മനസ്സുണ്ടോന്ന്. കിടക്കുന്നത് മനസ്സുള്ളോണ്ടാ. പക്ഷെ യേശുവിനെ അറിയേണ്ടത് നിനക്ക് മനസ്സുണ്ടോന്നാ. ഈ മനസ്സുള്ളവരുടെ ആരാധന കണ്ടാൽ അറിയാം. മനസ്സുള്ളവരുടെ സ്തോത്രം പറച്ചില് കണ്ടാൽ അറിയാം. നിർബന്ധിച്ച് ആരാധിക്കുന്നതും മനസ്സോട് ആരാധിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. പരപ്രേരണ കൊണ്ടല്ല ഇന്ന് നമ്മൾ ആരാധിക്കുന്നത്, മനസ്സുകൊണ്ട് ദൈവത്തെ ആരാധിക്കുക. മനസ്സുണ്ടെങ്കിൽ ചെയ്യാൻ ദൈവം വിശ്വസ്തനാ. നിനക്ക് ആരോഗ്യമൊന്നും വേണ്ട കൂടപ്പറപ്പേ. നിന്റെ കയ്യിൽ സാമ്പത്തിക നന്മയൊന്നും വേണ്ട കൂടപ്പറപ്പേ. നിനക്കൊരു മനസ്സ് മതി. ഇന്ന് രാവിലെ കർത്താവിനോടൊന്ന് പറ, കർത്താവേ എനിക്ക് മനസ്സുണ്ട്, അങ്ങേ ആരാധിക്കാൻ മനസ്സുണ്ട്, അങ്ങേ സേവിക്കാൻ മനസ്സുണ്ട്, അങ്ങയ്ക്ക് വേണ്ടി നിൽക്കാൻ മനസ്സുണ്ട്. എൻ്റെ ജീവിതം മുഴുവൻ അങ്ങയുടെ കയ്യിലോട്ട് തരിക. ഒരു വിടുതലും നടന്നില്ലേലും ഒരത്ഭുതവും നടന്നില്ലേലും അങ്ങയുടെ കയ്യിലോട്ട് തന്നെ തരിക. നിനക്ക് പ്രതീക്ഷ തകർന്നുപോയ വിഷയത്തിൽ, നിന്റെ കുടുംബത്തിന് പ്രതീക്ഷ തകർന്നുപോയ വിഷയത്തിൽ എൻ്റെ ദൈവം നിനക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യാൻ പോകുകയാ. നീ വിശ്വസിച്ച് ആമീൻ പറഞ്ഞു തുടങ്ങിക്കോ. നിന്റെ പ്രതീക്ഷകൾ എവിടം വരെ തകർന്നു പോയതാണെങ്കിലും എൻ്റെ ദൈവത്തിന് നിനക്ക് പ്രതീക്ഷ തകർന്നു പോയെന്ന് ഒരു വിഷയമല്ല. നിന്നെ പ്രതീക്ഷ തന്ന് ഉദ്ധരിച്ച് നടത്താൻ ദൈവത്തിന് ശക്തിയുണ്ട്. ഇവന് ആദ്യത്തെ ഒരു 5 വർഷം അവന് ഭയങ്കര പ്രതീക്ഷയായിരുന്നു. 5 വർഷം കഴിഞ്ഞ് അവൻ്റെ പ്രതീക്ഷയൊക്കെ തകർന്നുപോയി. ഇപ്പം അവന് പ്രതീക്ഷയൊന്നുമില്ല. അതിനാ കർത്താവ് അവനോട് ചോദിച്ചേ, നിനക്ക് മനസ്സുണ്ടോടാ? നിനക്ക് എന്നാ ഉണ്ടോന്ന്? മനസ്സുണ്ടോ? നമ്മൾ ഒരേ കാര്യം ഒരു കുറച്ച് നാൾ ശീലിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ശൈലിയായിട്ട് മാറും. ഇന്നിപ്പോൾ കിടക്കുന്നത് അവൻ്റെ ജീവിതത്തിൻ്റെ ഈ ആരാധിക്കാതെ ഒത്തിരി നാൾ ഇരുന്നാൽ നമ്മൾ അങ്ങനെ ആയിപ്പോവും. ഇന്ന് ആരാധിക്കണം, ഇന്ന് ബലപ്പെടണം, ഇന്ന് ശക്തിപ്പെടണം. നിന്റെ ജീവിതം മാറ്റിത്തരാൻ ദൈവത്തിന് ശക്തിയുണ്ട്. ഇന്ന് രാവിലെ നിന്റെ പ്രതീക്ഷ തകർന്നെടുത്ത് ദൈവം ആരംഭിക്കും. എല്ലാം അവസാനിച്ചിട്ട് ദൈവം തുടങ്ങും. മനുഷ്യൻ തുടങ്ങുന്നത് പോലെ അല്ല ദൈവം തുടങ്ങുന്നത്. ഇന്ന് രാവിലെ ചില കുടുംബത്തിന് വേണ്ടി കർത്താവ് ആരംഭിക്കും. ചില തലമുറയ്ക്ക് വേണ്ടി ദൈവം ആരംഭിക്കും. ചില അഭിഷക്തന്മാർക്ക് വേണ്ടി ദൈവം ആരംഭിക്കും. ദൈവം ആരംഭിച്ച മനുഷ്യൻ ആരംഭിക്കുന്ന പോലല്ല. ദൈവം ആരംഭിച്ചാൽ നിന്റെ പാർട്ട്ണർ ചെയ്യുന്ന പോലല്ല. പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞ ചില കുടുംബത്തിന് വേണ്ടി ചില പുതിയ തുടക്കം ദൈവം ചെയ്യും. വിശ്വസിക്കാൻ പറ്റുന്നവരെ കൈ ഉയർത്തി ആമീൻ പറഞ്ഞോ. ചില പുതിയ തുടക്കം നിന്റെ വീട്ടിൽ വന്ന് വീഴാൻ പോവാ. ചില പുതിയ തുടക്കങ്ങൾ നിന്റെ കുടുംബത്തിൽ വന്ന് വീഴാൻ പോവാ. ചില പുതിയ തുടക്കങ്ങൾ നിന്റെ കുടുംബത്തിൽ ഇന്നലെ വരെ ഉള്ളതുപോലെയല്ല. നീ മുൻപുള്ളതിനെ കുറിച്ച് ഓർക്കണ്ട, പണ്ടുള്ളതിനെ കുറിച്ച് നിരൂപിക്കണ്ട. ഇതാ ഞാൻ പുതിയൊന്ന് ചെയ്യുക, അത് ഇപ്പോൾ ഉത്ഭവിക്കാൻ വേണ്ടി തുടങ്ങുക. നിനക്ക് വേണ്ടി ചില പുതിയ ആരംഭങ്ങൾ നിന്റെ കുടുംബത്തിന് വേണ്ടി, ചില പുതിയ തുടക്കങ്ങൾ ദൈവം ആരംഭിക്കും. നിങ്ങൾ ശക്തിയോട് ആമീൻ പറഞ്ഞു. അതിന്ന് രാവിലെ കർത്താവ് ചെയ്യാൻ പോവാ. ചിലത് ദൈവം ആരംഭിക്കാൻ പോവാ. പക്ഷെ നിനക്കും മനസ്സ് വേണം ഇന്ന് രാവിലെ അത് ചെയ്യാൻ. നിനക്കും മനസ്സ് വേണം ഇന്ന് രാവിലെ അതിനു വേണ്ടിയുള്ള തുടക്കത്തിന്. നിന്റെ കുടുംബത്തിന് മനസ്സ് വേണം ഇന്ന് രാവിലെ. ഇന്ന് രാവിലെ 1 മിനിറ്റ് തന്നെ കേട്ടെ. ദൈവം നോക്കുന്ന നിന്റെ മനസ്സാ. ആമീൻ പറഞ്ഞേ. നമ്മുടെ തുടക്കത്തിൽ നമ്മുടെ അവസാനം അറിയുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ ആരംഭത്തിൽ അവസാനം അറിയുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് രാവിലെ നീ മനസ്സുണ്ടെന്ന് പറ. മനസ്സോടെ ദൈവത്തെ ആരാധിക്കുക. 1 മിനിറ്റ്, ഒറ്റ മിനിറ്റ് ഇവിടെ പറഞ്ഞിട്ട് നമുക്ക് കേൾക്കാം. മനസ്സുള്ളവൻ തൻ്റെ വഴിയിലൊക്കെയും അസ്ഥിരനാകും. എന്ത് കാര്യം ചെയ്താലും 2 മനസ്സോടെ ചെയ്യരുത്. 2 മനസ്സോടെ ദൈവത്തെ ആരാധിക്കരുത്. ഒറ്റ മനസ്സിൽ ആരാധിക്കണം. എത്ര മനസ്സിൽ? 2 മനസ്സിൽ ദൈവം ആരാധിക്കുവാണ്. പൂർണ്ണ മനസ്സിൽ ദൈവത്തെ ആരാധിക്കണം. സ്തുതിക്കുകയാണ്, പൂർണ്ണ മനസ്സിൽ സ്തുതിക്കണം.
തുള്ളിച്ചാടുവാണ്. പൂർണ്ണ മനസ്സിൽ തുള്ളിച്ചാടണം. ഒന്നാർത്ത് വിളിച്ച് ആമേൻ പറഞ്ഞോ. രണ്ടും മനസ്സിലൊന്നും ചെയ്യരുത്, ഒറ്റ മനസ്സിൽ വേണം ദൈവത്തെ ആരാധിക്കാൻ. അതിന് അവനോട് വന്ന് കർത്താവ് ചോദിച്ചേ, എടാ നിനക്ക് മനസ്സുണ്ടോ? നിനക്ക് അവൻ മനസ്സുണ്ടെന്നാന്നോ പറഞ്ഞേ? അല്ല, എൻ്റെ കർത്താവേ എനിക്കാരുമില്ല, എനിക്ക് നിനക്കാരേലും ഉണ്ടോന്ന് ദൈവത്തിന് അറിയണ്ട, നിനക്ക് മനസ്സുണ്ടോന്ന് അറിഞ്ഞാൽ മതി. നിനക്കാരും ഇല്ലെന്ന് അറിഞ്ഞിട്ടാ യേശു വന്നേ. എൻ്റെ പേര് ലത. 17 വർഷം എനിക്ക് ഇളയ കുഞ്ഞായപ്പോഴത്തേക്ക് ഭക്ഷണമൊന്നും ഗോതമ്പ്, മൈദ, റവ കഴിക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ കഴിക്കുന്ന ഉടനെ മേലെല്ലാം ചൊറിഞ്ഞ് തടിച്ച് കുഴഞ്ഞ് വീണ് താഴെ വീഴും. ഞാനിത് ചൊറിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഞങ്ങളുടെ അടുത്തുള്ള വീട്ടിലേക്ക് ഓടിപ്പോകും. അവരെന്നെ പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോകും. ഇത് പല പ്രാവശ്യങ്ങൾ ഇങ്ങനെ അങ്ങായി. പിന്നെ ഇത് കഴിക്കുന്ന ഉടനെ പിന്നെ അതുപോലെ തന്നെ സംഭവിക്കും. ഉടനെ കുഴഞ്ഞ് വീണ് താഴെ വീണ് അവർ പിന്നെ തിരുവല്ല ആശുപത്രി പുഷ്പേരി കൊണ്ടുപോയി ICUയിൽ കിടക്കും. അങ്ങനെ പല പ്രാവശ്യം കഴിഞ്ഞ് ഞാനിത് ഒഴിവാക്കി. ഈ ഭക്ഷണം ഒഴിവാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കങ്ങനെ കുഴപ്പമില്ലായിരുന്നു. കഴിഞ്ഞ മാസം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, അലർജിക്കാരെ എണീക്കാൻ പറഞ്ഞു. ഞാനും ആ കൂട്ടത്തിൽ എണീറ്റ്. അന്നേരമാണ് ഞാനിത് ഏറ്റെടുക്കുന്നത്. ഇത് കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് ഏത്തക്കാപ്പം ഉണ്ടാക്കി കഴിച്ചു, ഒരു കുഴപ്പമില്ല. പിന്നെ അലുവ കഴിച്ചു, ഒരു കുഴപ്പമില്ല. ചപ്പാത്തി കഴിച്ചു. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ വർഷത്തെ പ്രതിസന്ധികൾ കൊണ്ട്, കഴിഞ്ഞ വർഷത്തെ വൈരാഗ്യം കൊണ്ട്, കഴിഞ്ഞ വർഷത്തെ പിറുപിറുപ്പ് കൊണ്ട്, കഴിഞ്ഞ വർഷത്തെ അസൂയ കൊണ്ട്, കഴിഞ്ഞ വർഷത്തെ ജീവിതത്തിനകത്തുള്ള പാപപ്രവർത്തികൾ കൊണ്ട് ഈ പുതിയ വർഷത്തെ നിങ്ങൾ പ്രവേശിക്കരുത്. ഒരു പുതിയ മനുഷ്യനായി, പുതിയൊരു വ്യക്തിത്വത്തിനുടമയായി നിങ്ങൾക്ക് ഈ പുതിയ വർഷം പ്രവേശിക്കാം. അതിന് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇത് നിങ്ങളുടെ രോഗസൗഖ്യത്തിൻ്റെ സമയമാണ്. യേശു നിങ്ങളെ സൗഖ്യമാക്കാൻ തുടങ്ങുക. കർത്താവ് സൗഖ്യദായകനായി നിങ്ങളോട് കൂടെയുണ്ട്. ഞങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവ് നിങ്ങളുടെ കുടുംബത്തെ സൗഖ്യം നൽകി തരാൻ വിശ്വസ്തനായ ദൈവമാണ്. വാത്സല്യ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവൻ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അധികാരത്തോടെ ഈ നിമിഷം രോഗികൾ സൗഖ്യമാകുവാൻ, ശാപത്തിൻ്റെ കീഴിലുള്ള കുടുംബങ്ങൾ വിടുവിക്കപ്പെടാൻ, ബന്ധനത്തിലുള്ളവർ വിടുവിക്കപ്പെടാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഇടവരുത്തുന്നതിനായി സ്തോത്രം. ദൈവത്തെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കട്ടെ. അവർ കഴുകനെ പോലെ ബലം ധരിച്ച് ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കാൻ സഹായിക്കണം. കർത്താവ് പ്രാർത്ഥനത്തിന് നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. പ്രിയപ്പെട്ടവരെ, പുതിയ വർഷത്തിൽ നമുക്ക് ഒരുമിച്ച് കാണാം. സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കും. എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെന്ററിന്റെ ആരാധനകൾ എല്ലാ ഞായറാഴ്ചകളിലും ചൊവ്വാഴ്ചകളിലും പത്തനംതിട്ട സന്തോഷ് ജംഗ്ഷന് സമീപം റോയൽ എൻഫീൽഡ് ഷോറൂമിന്റെ 1-ാം നിലയിൽ നടത്തപ്പെടുന്നു. ഈ ആരാധനകളിലേക്ക് ഏവരെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി 0468 222 0207 എന്ന നമ്പറിലോ 9446 115091 എന്ന നമ്പറിലോ 9188123274 എന്ന നമ്പറിലോ നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾക്കായി ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ 9447230207 9447860207. വെബ്സൈറ്റ് www.elahimgwz.com. ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ 9446 115091 9526 190 198.